ഇൻഡോർ രംഗ് പഞ്ചമി ആഘോഷങ്ങൾക്കിടയിൽ ആംബുലൻസിന് വഴിയൊരുക്കി ആൾക്കൂട്ടം. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ഉത്സവാഘോഷങ്ങൾക്കിടയിലാണ് രോഗിയുമായി എത്തിയ ആംബുലൻസ് കുടുങ്ങിപ്പോയത്. രഞ്ജുഷ രാമകൃഷ്ണനുണ്ട് നമുക്കിപ്പം. രഞ്ജുഷ, നമ്മളിപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ദൂരെ നിന്നാണെങ്കിൽ കൂടി ഒരു ആംബുലൻസിന്റെ ഒച്ച കേൾക്കുമ്പോൾ വാഹനമൊക്കെ സൈഡ് ഒതുക്കി വഴി കൊടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതിപ്പം ഒരു വലിയൊരു വാർത്തയായത് ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു നാട് മുഴുവൻ റോഡിൽ ഇറങ്ങി ആഘോഷിക്കുകയാണ്. അതിനിടയിൽ ഒരു ആംബുലൻസിന് വഴി കൊടുക്കുക, മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്തൊരു സ്ഥലത്ത് ആംബുലൻസിന് വഴിയൊരുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യം. അതുതന്നെയാണ് ഇതിലെ എടുത്തു പറയേണ്ട ഒരു വാർത്തയും. അപ്പോൾ ഇത് എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് രഞ്ജുഷ? സേതു, മഹാരാഷ്ട്രയിലെ രംഗപഞ്ചമി എന്ന് പറയുന്ന ഒരു ഹിന്ദു ഉത്സവത്തിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മഹാരാഷ്ട്ര, അതുപോലെ തന്നെ കർണാടക, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ആഘോഷിച്ചു വരുന്ന ഒരു ഹിന്ദു ഉത്സവമാണിത്. അപ്പോൾ ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഈ ഹോളി കഴിഞ്ഞ 5-ാമത്തെ ദിവസമാണ് ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത്. ഹോളിക്ക് സമാനമായി തന്നെ പൊടികൾ വിതറിയും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചൊക്കെയാണ് ഈ ഒരു ആഘോഷം എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഘോഷം മഹാരാഷ്ട്രയിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആംബുലൻസ് വരുന്നത്. ഇതോടുകൂടി ഈ ആഘോഷത്തിനിടയിൽ നിന്ന് ജനങ്ങളെല്ലാവരും തന്നെ ഈ ആംബുലൻസിന് വഴിയൊരുക്കി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏറെ അധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ്. അതായത് അത്രയും വലിയ ഒരു ജനാവലിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെറിയ ഒരു റാലി നടത്തുമ്പോൾ തന്നെ അത്രയും അധികം ആളുകൾ ചെറിയൊരു വണ്ടിക്ക് വഴിയൊരുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത്രയും അധികം ബുദ്ധിമുട്ടാണ്. അത്രയും ചെറിയ റാലി ആയിരുന്നാൽ പോലും ഇതെന്ന് പറയുന്നത് 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഒരു റാലിയിൽ ഇത്തരത്തിൽ വഴിയൊരുക്കി ആംബുലൻസിനെ കടത്തി വിട്ടു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. നമുക്കറിയാം, ആംബുലൻസിനും അതുപോലെ തന്നെ മനുഷ്യജീവനൊക്കെ എല്ലാവരും അത്രയും അധികം വില നൽകുന്ന ഒന്ന് തന്നെയാണ്. ഒരു മനുഷ്യജീവന് ഇത്രയും അധികം ആളുകൾ വില നൽകി ഈ ആംബുലൻസിന് വഴിയൊരുക്കി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. അതായത് മനുഷ്യത്വം പറ്റാത്ത ഒരു പറ്റം മനുഷ്യരുടെ ഈ ഒരു പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും ഏറെ മാതൃക നൽകുന്ന ഒന്ന് തന്നെയാണ് സേതു. അങ്ങനെ തന്നെയാണ് രഞ്ജുഷ പറഞ്ഞ പോലെ. മനുഷ്യത്വം പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ആളുകൾക്കൊന്നും മനുഷ്യത്വമൊക്കെ എവിടെ പോകാനല്ലേ. എന്താണെങ്കിലും വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.